Good afternoon. Namaskaram. Thanks for coming. Welcome because നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ആണ് വെന്യൂ ഡിസൈഡ് ചെയ്തത്. അതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റ് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടും വന്നതിന് എല്ലാവർക്കും നന്ദി. We are here to talk about nobody, I nobody. So മാക്സിമം നമ്മൾ I nobody കുറിച്ച് സംസാരിക്കാം. Stick to questions from I nobody about I nobody. Thank you. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. We can start with the questions. ഡ്രാമയിൽ ഫൈറ്റ് വരുന്നില്ല സിനിമയില്. സിനിമയിൽ ആക്ഷൻ ഉണ്ട്, ഇല്ലെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ അങ്ങനെ ഡ്രാമയിൽ കൂടുതൽ ഫൈറ്റിൽ കുറവ്, ഇമോഷണൽ കൂടുതൽ ത്രിൽ, അങ്ങനല്ല ഈ സിനിമ. എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ഡ്രാമ തന്നെയാണ്. എനിക്ക് ഏറ്റവും വർക്കായത് ഇതിന്റെ ഡ്രാമ തന്നെയാണ്. ഇതൊരു കഥാപാത്രത്തിനെ പിന്തുടർന്ന് പോകുന്ന ഒരു നറേറ്റീവ് ഉള്ളൊരു സിനിമയാണ്. രാജീവൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ പിന്തുടർന്ന് പോകുന്ന ഒരു സ്വഭാവം ഈ നറേറ്റീവിനുണ്ട്. അപ്പൊ ആ കഥാപാത്രം കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ഡ്രാമയും ത്രില്ലും ഇമോഷൻസും ആക്ഷനും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിനെ അങ്ങനെ ഒരു പ്രത്യേക ജോണറിലേക്ക് ക്ലാസിഫൈ ചെയ്ത് കെട്ടിയിടാൻ പറ്റുന്ന ഒരു സിനിമയല്ല. ഇതിനൊരു ആക്ഷൻ സിനിമ എന്ന് വിളിക്കാനോ ഒരു ത്രില്ലർ സിനിമ എന്ന് വിളിക്കാനോ ഈവൻ ഒരു പ്യോർ ഡ്രാമ എന്ന് വിളിക്കാനോ പറ്റുന്ന ഒരു സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ സിനിമയ്ക്ക് അതിൻ്റെ സ്വഭാവമുണ്ട്. പല പല ജോണറുകളിലൂടെ സഞ്ചരിച്ചു പോകുന്ന ഒരു സിനിമയാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള വാചകമാണ് ഈ സിനിമയെക്കുറിച്ച്. സുപരിചിതമായ കഥാസാഹചര്യങ്ങൾ അത്ര സുപരിചിതമല്ലാത്ത രീതിയിൽ പറയുന്ന ഒരു സിനിമ. അപ്പൊ നിങ്ങൾ ഈ സിനിമ കാണാൻ വരുമ്പോഴും ആ രീതിയിൽ ഒരു ഓപ്പൺ മൈൻഡോട് കൂടി വന്നാൽ നന്നായിരിക്കും. കാരണം ഒരു പക്ഷേ നിങ്ങൾ അത്ര യൂസ്ഡ് ആയിട്ടുള്ള ഒരു നറേറ്റീവ് സ്റ്റൈൽ അല്ല ഈ പടത്തിന്റെ. അത് ഫ്രം ദ ഫസ്റ്റ് ഷോട്ട് നിങ്ങൾക്ക് കഥ പറയുന്ന രീതി അൺയൂഷ്വൽ ആണ് എന്ന് തോന്നുകയും മേ ബി അത് ഒരുപാട് നിങ്ങൾ തന്നെ പ്രീകൺസീവ്ഡ് ആയിട്ടുള്ള നോഷൻസ് ആയിട്ട് വന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതിനൊരു കണക്ട് കിട്ടാത്ത പോലെ തോന്നിയേക്കാം. സോ കം വിത്ത് എൻ ഓപ്പൺ മൈൻഡ്. എത്തരത്തിലുള്ള സിനിമയാണ്, എല്ലാ സിനിമകളും ആക്ച്വലി അങ്ങനെയാണ് കാണേണ്ടത്. കം വിത്ത് എൻ ഓപ്പൺ മൈൻഡ്. എത്തരത്തിലുള്ള സിനിമയാണെന്നൊന്നും സ്വയം ഒരു അസംഷൻ സൃഷ്ടിക്കാതെ നിങ്ങൾ വന്ന് കണ്ടാൽ ഒരു രസമുള്ള പരിപാടിയായിരിക്കും തോന്നുന്നു. കേൾക്കുന്നില്ല മോനെ, അല്ല കുറച്ചവർക്ക് പറഞ്ഞാൽ മതി. ഇന്നലെ ജയ്ക്ക് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ കാണാത്ത ഒരു രാജുവേട്ടനെ ഐ നോബഡിയിൽ കാണാൻ പറ്റുന്നു. പക്ഷെ രാജുവേട്ടൻ മാത്രം സമ്മതിക്കുന്നില്ല. ബാക്കിയുള്ള ക്രൂസ് എല്ലാം ഇതുവരെ കാണാത്ത രാജുവേട്ടനെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കും ഒരു പ്രതീക്ഷ വേണ്ട. ലുക്ക് ഉണ്ട്. ഇവൻ ഇപ്പൊ കോസ്റ്റ്യൂമിലാണെങ്കിൽ പോലും ഇതുവരെ ഈ കഴിഞ്ഞ ഇടയ്ക്കൊന്നും കാണാത്ത രാജുവേട്ടന് ഒരു ലുക്കാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഇതൊരു ഫ്രഷ് ലുക്ക്, ഫ്രഷ് സ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു ഫ്രഷ് ഒരു കൺസെപ്റ്റ് നമുക്ക് തരുകയാണോ ചെയ്യുന്നത്? ഇതിൽ രാജീവന്റെ ലുക്കിന്റെ ഏറ്റവും വലിയ ബ്രീഫ് എന്ന് പറഞ്ഞാൽ രാജീവന്റെ ഒരു ലുക്കും നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കരുത് എന്നുള്ളതാണ്. ബിക്കോസ് ഈസ് എ നോ ബഡി. അപ്പൊ നിങ്ങൾക്ക് ഈ സിനിമയിൽ എൻ്റെ ഏതെങ്കിലും ഒരു കോസ്റ്റ്യൂം, എൻ്റെ ഏതെങ്കിലും ഒരു ലുക്ക് ഒക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങളുടെ മെമ്മറിയിൽ ആ ഇമേജറി ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് പറ്റിയൊരു ഫെയിലിയറാണ്. നിസാം ഈ കഥാപാത്രത്തിന് രൂപം കൊടുത്തിരിക്കുന്നത്, സമീർ ഈ ക്യാരക്ടറിനെ കൺസീവ് ചെയ്ത് എഴുതിയിരിക്കുന്നത് ഇയാളുടെ ഒന്നും തന്നെ ആരുടെയും ഓർമ്മയിൽ നിൽക്കാത്ത രീതിയിൽ വേണം ഇയാൾ. കാരണം ഞാൻ ഇന്ന് രാവിലെ മറ്റൊരു പ്രസ് മീറ്റിൽ പറഞ്ഞതുപോലെ രാജീവനും മീരയും ആർ ക്വിൻറ്റസെൻഷ്യലി നോ ബഡീസ്. ഒരുപക്ഷെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ 10 കൊല്ലമായിട്ട് നിങ്ങളുടെ അയൽക്കാരായി ജീവിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ അവരെ ഒരുപക്ഷെ പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല. നമുക്കിടയിൽ തന്നെ ഒരുപാട് രാജീവന്മാരും മീരകളും ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അത്രയും ഒരു ഫോർ ലാക്ക് ഓഫ് എ ബെറ്റർ വേർഡ് സമൂഹത്തിൽ എടുത്തു പറയത്തക്ക ഒരു ഐഡന്റിറ്റിയോ ഒന്നുമില്ലാത്ത ഒരു വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അസാധാരണമായ സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ലുക്കിനെ കുറിച്ചൊക്കെ നിങ്ങൾ യൂഷ്വലി ഒരു ലുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഒരു ക്യാരക്ടർ അതിന്റെ ലുക്ക് പെട്ടെന്ന് അതിന്റെ ലുക്ക് ഒരു കണക്ട് ഉണ്ടാകണം, ലുക്കിന് പെട്ടെന്ന് റിക്കോൾ വാല്യൂ ഉണ്ടാകണം. അതിന് ഒരു തരത്തിലുള്ള റിക്കോൾ വാല്യൂ ഒന്നും ഉണ്ടാകാൻ പാടില്ലാത്തൊരു ലുക്കിന് വേണ്ടിയാണ് ഈ സിനിമയിൽ ട്രൈ ചെയ്തത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ ഖലീഫയുടെ ഓരോരോ ലുക്കുകൾ ഇങ്ങനെ ആളുകൾ സ്പോട്ട് ചെയ്ത് ഫോട്ടോ ഇടുമ്പോൾ ഈ 20കളിൽ ഒരു 40കാരൻ്റെയും ഒരു മിഡ് 30s ഒക്കെ മെച്യൂരിറ്റി സ്ക്രീനിൽ തോന്നുന്ന പൃഥ്വിരാജ്
ലുക്ക് എത്തുമ്പോൾ 20s ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ള കമന്റ്സ് എപ്പോഴും വരുന്നുണ്ട്. സോ അത് ശരിക്കും എങ്ങനെയാണ് അതിനെ അത് ഒരു കോംപ്ലിമെന്റ് ആയിട്ട് തന്നെ എടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. എന്താ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന എങ്ങനെ ശരിക്കും? ഞാൻ ഓരോ സിനിമയുടെയും ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കഥാപാത്രത്തിന്റെ ലുക്കായിരിക്കുമല്ലോ എനിക്ക് ആ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഷൂട്ടിംഗ് വേളകൾക്കപ്പുറവും. അപ്പൊ ഇപ്പോ ആമിർ അലിയുടെ ലുക്കാണ്. അപ്പൊ അതിപ്പോ ഈ ആമിർ അലി ഭയങ്കര സുന്ദരനായിട്ടൊക്കെ ഇരിക്കണം എന്നുള്ളൊരു ബ്രീഫ് ആ തിരക്കഥയിലും ആ സംവിധായകന്റെ ബ്രീഫിലും ഉള്ളത് കൊണ്ട് ഞാൻ നടന്നു പോകുന്ന വീഡിയോ ഒക്കെ എടുത്ത് സ്ലോ മോഷനിൽ എന്റെ പാട്ടൊക്കെ ഇട്ട് ഉണ്ട്. ഇപ്പൊ നോബഡി സമയത്ത് ഞാൻ എന്റെ ക്യാരവനിൽ ഷൂട്ടിംഗ് സ്പോട്ടിലേക്ക് നടന്നു പോകുന്ന വീഡിയോ കണ്ടാൽ ഇയാൾക്ക് എന്താ വയ്യേ എന്നായിരിക്കും ആൾക്കാർ ചോദിക്കുക. കാരണം ആ ലുക്ക് അങ്ങനെ ആയിപ്പോയി. നിസാം അതിനുവേണ്ടി നിസാം അതിനെ കൺസീവ് ചെയ്തത് രാജീവൻ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയ ടയേർഡ് ആയ ഒരു മനുഷ്യനായിട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോബഡി സമയത്ത് ഞാൻ സ്ലോ മോഷനിൽ നടക്കുന്ന വീഡിയോ ഒന്നും നിങ്ങൾ കാണാത്തത്. അപ്പൊ അത് അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമയിൽ എന്താണോ എന്റെ ലുക്ക് ആ സമയത്ത് ഷൂട്ടിംഗ് അല്ലാത്ത വേളകളിലും അങ്ങനെയായിരിക്കും. സോ ഐ ഒൺലി ലുക്ക് ലൈക്ക് മൈ ക്യാരക്ടേഴ്സ്. അല്ലാതെ ഇപ്പോ 40-ൽ 20, 20-ൽ 40, 60-ൽ 30 കണക്ക് എനിക്കറിയില്ല. പക്ഷെ ആക്ച്വലി നിങ്ങളെ കാണാൻ ഭയങ്കര നിങ്ങളുടെ പ്രായത്തിനേക്കാൾ ചെറുപ്പമാണ് എന്നുള്ളത് ഒരു കോംപ്ലിമെന്റ് ഒക്കെ ആണെങ്കിലും ഐ എം നോട്ട് ട്രൈങ് ടു ലുക്ക് യങ്. ഐ എം ജസ്റ്റ് ട്രൈങ് ടു ലുക്ക് ഗുഡ് ഫോർ എ 43-year-old. സാറേ ആരാ? ഓക്കെ. സാറേ ഈ ക്യാരക്ടറിന് വേണ്ടി വല്ല ബോഡി വെയിറ്റ് കുറക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതിന് അങ്ങനത്തെ ബ്രീഫ് ഒന്നും അല്ല. രാജീവന് അങ്ങനത്തെ ശരീരം എല്ലാ കഥാപാത്രങ്ങൾക്കും അത്തരത്തിലൊരു ബ്രീഫൊന്നും ഇല്ല. എല്ലാ സിനിമകൾക്കും എല്ലാ കഥാപാത്രങ്ങൾക്കും ഈ ശരീരം എങ്ങനെ ആക്കൂ, ശരീരം എങ്ങനെ ആക്കണ്ട, അങ്ങനെ ബ്രീഫൊന്നും ഇല്ല. ഒരു ഫിസിക്കാലിറ്റിക്ക് ഒരു ബ്രീഫൊക്കെ കിട്ടുന്നത് ചില കഥാപാത്രങ്ങൾക്ക് മാത്രമാണ്. രാജീവിനെ സംബന്ധിച്ചിടത്തോളം ബി ആസ് അൺറിമാർക്കബിൾ ആസ് പോസിബിൾ എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അയാൾ എടുത്തു പറയത്തക്ക ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് രാജീവ്. ഇൻ ടേംസ് ഓഫ് അയാളെ കാണുമ്പോഴോ അല്ലെങ്കിൽ അയാളെ നിങ്ങളൊരു പക്ഷേ ഇൻ റിയൽ വേൾഡിൽ രാജീവിനെ കണ്ടാൽ യു ഷുഡൻ ബി ഈവൻ ഗിവിങ് എ സെക്കൻഡ് ലുക്ക്. അത്തരത്തിലുള്ളൊരു കക്ഷിയാണ്. അല്ലാതെ ഇങ്ങനെ ഈ സിനിമയ്ക്ക് വേണ്ടി തടി കുറയ്ക്കൂ അല്ല അങ്ങനത്തെ ബ്രീഫൊന്നും നിസാമോ സമീറോ എനിക്ക് തന്നിട്ടില്ല. രാജുവേട്ടാ, ഹലോ. രാജുവേട്ടാ, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇന്റർവ്യൂവിൽ രാജുവേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 വർഷം ശേഷം നടക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് ലൈഫിൽ നടക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ. ഇപ്പം താങ്കൾ അതെല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും പറഞ്ഞ സംഭവം ചെയ്യുന്നില്ല. താങ്കൾ ലൈഫിൽ കാത്തു സൂക്ഷിച്ച് കുറേ ഡിസിപ്ലിൻസും കാര്യങ്ങളും കൂടെ തന്നെയാണത്. അപ്പം താങ്കൾ എന്താണ് ആ ഡിസിപ്ലിൻസ് എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡിസിപ്ലിൻ എനിക്കത് അതിൻ്റെ ഉത്തരം എന്താണെന്ന് പോലും അറിയില്ല. ഞാൻ പിന്നെ 10 വർഷം മുമ്പത്തെ ആ ചോദ്യം ചോദിച്ച് നിങ്ങൾക്ക് മടുക്കുന്നില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഉത്തരം പറഞ്ഞ് എനിക്ക് മടുത്തു തുടങ്ങി. ഇലുമിനാറ്റി 10 വർഷം മുമ്പ് അബദ്ധത്തിനൊരു ഇന്റർവ്യൂ കൊടുത്തു എന്നുള്ളതാണ്. ഈ അങ്ങനെ പ്രത്യേകിച്ച് എനിക്കങ്ങനെ കൃത്യമായിട്ടൊരു ഉത്തരമില്ല അതിന്. ഞാൻ ഇതൊക്കെ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയതെന്ന് പറയാൻ എനിക്ക് കൃത്യമായിട്ടൊരു ഉത്തരവില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമയെ. എനിക്ക് സിനിമ ഷൂട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എനിക്ക് ഇന്ന് ഏറ്റവും എനിക്ക് സന്തോഷം തരുന്നത് ഒരു ഫിലിം ഉണ്ടാക്കുക, ഒരു സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്ന പ്രോസസ്സിൽ ഇൻവോൾവ് ആയി നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ സന്തോഷം ഉള്ളിടത്തോളം കാലം എനിക്ക് സംതിങ് ഐ വോണ്ട് ടു കീപ് ഗോയിങ് ബാക്ക് ടു. അതിങ്ങനെയൊക്കെ അങ്ങ് പോകുമായിരിക്കും എന്ന പ്രതീക്ഷയിലാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഈ ആഗ്രഹങ്ങൾക്ക് ലൈസൻസ് ഒന്നും വേണ്ടല്ലോ. യു കെൻ ഡ്രീം ആസ് ബിഗ് ആസ് യു വോണ്ട്. ഇപ്പം ഞാൻ ഭയങ്കര ആ കാര്യത്തിൽ ഭയങ്കര ആംബിഷ്യസ് ആയിട്ടുള്ള ആളാണ്. ഞാൻ വലിയ സ്വപ്നങ്ങൾ കാണുന്ന ആളാണ്. ആൻഡ് ഐ വിൽ ട്രൈ ഓൾസോ. അതിനുവേണ്ടി ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും. എല്ലാ സ്വപ്നങ്ങളും നടന്നുകൊണ്ടൊന്നുമില്ല. ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. അങ്ങനെ എല്ലാ സ്വപ്നങ്ങളും നടക്കാത്തത് ഇസ് ഓക്കെ. പക്ഷെ അതിനുവേണ്ടി ട്രൈ ചെയ്യാത്തത് ഐ എം നോട്ട് ഓക്കെ. അത്രേ ഉള്ളൂ. വേറെ ഒരുപാട് പേരുണ്ട് ഇവിടെ. എന്താ പറയാ, ഇന്ന ക്യാരക്ടർ ഇന്ന ഫിസിക് ഇന്ന പോലെ എന്നൊരു ബീങ് സംബഡിയാണ്. ബീങ് നോബഡി എന്ന് പറയുന്നത് എത്രത്തോളം ടഫുണ്ട്. ഒരു സാധാരണക്കാരൻ ഒരു മിഡിൽ ക്ലാസ് ആവറേജ് ലൈഫിൽ അവൻ ഫേസ് ചെയ്യുന്ന, ഇപ്പം ഡാർവിന്റെ പരിണാമത്തിനകത്ത് ഒരു മിഡിൽ ക്ലാസ് ആവറേജ് മാന്റെ സ്ട്രഗിൾസും പിന്നീട് അവൻ പ്രതികരിക്കുമ്പോൾ ഉള്ള ഇതിലും ഉണ്ട്. ഇപ്പം റോബിൻഹുഡ് നോക്കുകയാണെങ്കിൽ അതിലെ ഒരു നായകൻ എങ്ങനെ ഇതിലേക്ക് വരുന്നു എന്നുള്ളവരുണ്ട്. സപ്തമി സ്ത്രീ ആ സിനിമയില് നോക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഇതാണ്. ഒരു സാധാരണക്കാർ തന്നെ ഒരുമിച്ച് ചേർന്ന് ചെയ്യുന്ന ഒരു ഇതാണ്. ഇത് ഈ നോബഡിയിൽ എങ്ങനെയാണ് രാജീവ്? ഞാൻ നേരത്തെ പറഞ്ഞാണ്, എന്നെ ഏതൊരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ദ ഡിസ്റ്റൻസ് ടു എ സംബഡി ആൻഡ് ദ ഡിസ്റ്റൻസ് ടു എ നോബഡി ഇസ് യൂഷ്വലി ദ സെയിം. കാരണം രാജീവിനിൽ നിന്നും ഇപ്പോൾ അടുത്ത ഞാൻ ഷൂട്ട് ചെയ്യുന്ന സിനിമ ആയതുകൊണ്ട് ആമിർ അലിയിൽ നിന്നും ഒരേ ദൂരമാണ് എനിക്കുള്ളത്.
ഞാൻ രാജീവനുമല്ല, ഞാൻ ആമിർ അലിയുമല്ല. അപ്പോൾ ഈ രണ്ട് കഥാപാത്രങ്ങളും ഒരേ ദൂരത്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അവരിലേക്ക് എത്താനുള്ള പ്രോസസ്സ് രണ്ടും ഡിഫറെൻ്റ് ആണ്. അത് രണ്ടും ഡിഫറെൻ്റ് ആണെന്നുള്ളതാണ് ആസ് എൻ ആക്ടർ ഇതിൽ എൻ്റെ എൻജോയ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ രാജീവൻ എന്ന് പറയുന്ന കഥാപാത്രം ഒരു തിരക്കഥാകൃത്ത് ആ ക്യാരക്ടറിനെ എഴുതി, ഒരു സംവിധായകൻ ആ ക്യാരക്ടറിനെ കൺസീവ് ചെയ്തു. അവർക്ക് പറഞ്ഞുതരും ഇങ്ങനെയൊക്കെയാണ് നമ്മളിത്. അപ്പം ഞാൻ അവർ പറയുന്നതിൽ നിന്നും അവരെഴുതിയ തിരക്കഥ വായിച്ചതിൽ നിന്നും ഞാൻ ഇമാജിൻ ചെയ്യുന്നൊരു രാജീവനുണ്ടല്ലോ, ആ രാജീവനെയാണ് ഞാൻ പെർഫോം ചെയ്യുക. അപ്പോൾ ചില സമയങ്ങളിൽ നിസാം പറയും അല്ല ഇതല്ല, ഇങ്ങനല്ല, എനിക്ക് വേണ്ടത് ഇങ്ങനെയാണ്. ചില സമയങ്ങളിൽ ഞാൻ നിസാമിനോട് പറയും നിസാമെ അത് എനിക്ക് ഇത് വർക്കാവുന്നില്ല, അപ്പം ഇപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ആക്ച്വലി അത് ചിന്തിച്ചത്, അപ്പം ഇങ്ങനെ ചെയ്യാമോ, അങ്ങനെ ചോദിക്കും. ആ ഒരു കൊളാബറേറ്റീവ് പ്രോസസ്സിന്റെ എൻഡിൽ സ്ക്രീനിൽ വരുന്ന കഥാപാത്രമാണ് രാജീവനും. ഇതുപോലൊരു കൊളാബറേറ്റീവ് പ്രോസസ്സിന്റെ സ്ക്രീനിൽ വരുന്ന കഥാപാത്രമാണ് നജീബും, അല്ലെങ്കിൽ ഖലീഫയിലെ ആമിർ അലിയും, വാരണാസിയിലെ കുംബയും ഒക്കെ തന്നെ അങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഇറ്റ്സ് എ സെയിം ഫോർ മീ, ബീങ് സംബഡി, ബീങ് നോബഡി, ഇറ്റ്സ് ഓൾ ദ സെയിം. ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം രണ്ട് കഥാപാത്രങ്ങൾ എന്നുള്ളത് തന്നെയാണ്. എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു. യെസ്, ഹലോ. നോർമലി നമ്മൾ ചെയ്യുന്ന ഒരു കഥാപാത്രം ഇപ്പോൾ ക്യാരക്ടർ അപ്രീസിയേഷൻ കിട്ടാന്ന് പറഞ്ഞ ചെറിയൊരു പ്രോസസ്സല്ല. പ്രേക്ഷകൻ അത്രയും ജഡ്ജ്ഡ് ആയിരിക്കുന്ന ഒരു ടൈമാണ്. ഇപ്പോൾ ഓവറായിട്ട് ആ കഥാപാത്രം അത്രത്തോളം ഡീപ്പായിട്ട് ചെയ്യുക, അങ്ങനെയാണെങ്കിൽ അത് പ്രോസസ്സ് ശരിയല്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച ആളുകൾ ജഡ്ജ് ചെയ്ത് ക്യാരക്ടേഴ്സ് എന്താ പറയുക ഓവർ ജഡ്ജിങ് ആയിട്ട് ചെയ്യുന്ന ഒരു പീരീഡാണ് ഇപ്പം. അപ്പം ഉള്ളൊഴുക്കിലെ കഥാപാത്രമൊക്കെ കേൾക്കുന്ന ആളുകൾ അത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു. അപ്പം ഈ സിനിമയിലെ വീരന്റെ കഥാപാത്രം എത്രത്തോളം പ്രേക്ഷകനെ കണക്ട് ചെയ്യാൻ പറ്റും? ഐ ഹോപ്പ് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഉള്ളൊഴുക്കിലെ അഞ്ജു എന്ന് പറഞ്ഞ ക്യാരക്ടർ പോലെ തന്നെ ഞാൻ ഒരുപാട് മീരയൊന്നും മീറ്റ് ചെയ്തിട്ടില്ല. ഐ ഹാവ് നോട്ട് മെറ്റ് സംബഡി ഹു ഹാസ് ഗോൺ ത്രൂ ഹെർ ലൈഫ് സർക്കംസ്റ്റാൻസ്. അതുകൊണ്ട് ഞാൻ വളരെയധികം ഡിപ്പെൻഡൻ്റ് ആയിരുന്നു സമീറും നിസാമുമായിട്ടുള്ള ഡിസ്കഷൻസ്. ഓൾസോ ഇഫ് പീപ്പിൾ ആർ ജഡ്ജിങ് ഓർ ഒരുപാട് ഇപ്പം സിനിമയെ പറ്റിയിട്ടും ആക്ടിങ്ങിനെ പറ്റിയിട്ടും ഈ ക്രാഫ്റ്റിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് കൂടുതൽ ഇൻഫർമേഷൻ ഉള്ളൊരു കാലമാണ്. ആൻഡ് ദർ ഇസ് എ ലോട്ട് ഓഫ് ക്രിട്ടിക് ഹാപ്പനിങ്. എനിബഡി ക്യാൻ പുട്ട് അപ്പ് എ വീഡിയോ അബൌട്ട് ഇറ്റ്. ഫോർ മീ ഇറ്റ്സ് വെരി ഇൻസ്പയറിംഗ് ദിസ് ബിക്കോസ് ഇറ്റ് മേക്സ് മീ വോണ്ട് ടു ബ്രേക്ക് ഔട്ട് ഓഫ് ദാറ്റ്. ആൻഡ് ഇനി ആ ഒരു പ്രോസസ്സിൽ ഇഫ് ഐ ഡു ഫെയിൽ ഓൾസോ ഐ തിങ്ക് ഇറ്റ്സ് എ റിയലി കൂൾ തിങ് ടു ഹാവ്. ബിക്കോസ് ഇപ്പോഴത്തെ ഒരു കൾച്ചറിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ യു ആർ നോട്ട് അലൗഡ് ടു ഫെയിൽ, യു മസ്റ്റ് നോട്ട് എന്നുള്ളൊരു സ്യൂഡോ പ്രഷറുണ്ട്. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു സീ ഇഫ് ഐ എം ഡൂയിങ് സംതിങ് ന്യൂ ആൻഡ് ഇഫ് ഇറ്റ് ഡസൻറ്റ് ഹിറ്റ് ഐ മേക്ക് എ ബെറ്റർ അറ്റംപ്റ്റ് നെക്സ്റ്റ് ടൈം. പക്ഷേ മീരയുടെ കാര്യത്തിൽ എനിക്ക് ഒരു നല്ല ഡീസൻറ്റ് ലെവൽ ഓഫ് കോൺഫിഡൻസ് ഉണ്ട്. ബിക്കോസ് ഇറ്റ്സ് ഹൗ ദ ടീം സെറ്റ് ഇറ്റ് അപ്പ്. എനിക്കവിടെ മീരയുടെ കോസ്റ്റ്യൂം ഇട്ട് അവിടെ പോയി ഐ ജസ്റ്റ് ഹാഡ് ടു എക്സിസ്റ്റ് എസ് മീര. Everything else is taken care of. Be it Rajivan being Rajivan, Nizam and Sameer guiding me the right way. ഒരുപാട് സമയത്ത് of course Nizam is the kind of director who will be like, no, you go be whatever you think Meera is. അതിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം എന്നുള്ളത്. And in that way is very different from other directors that I work with. So I don't think I'm underconfident about our connect because അത്രയും well woven ആയിട്ടുള്ള ക്യാരക്ടറാണ് മീര. She doesn't like stand out as a separate. പൃഥ്വി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദീസ് ആർ നോട്ട് അബൌട്ട് ഹൗ മച്ച് പീപ്പിൾ വിൽ റിമെമ്പർ ദീസ് ക്യാരക്ടേഴ്സ്. റിലേറ്റബിലിറ്റി ആണ്. ആൻഡ് ഐ തിങ്ക് we've got something special there. അതുപോലെ മാം ഈ പറഞ്ഞ പോലെ നമ്മളൊരു കഥാപാത്രം ചെയ്ത് ഈ പറഞ്ഞ പോലെ ഒരു അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പൊസിഷനിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഓഡിയൻസിലേക്ക് നമ്മൾ റീച്ചബിൾ ആവുകയാണ്. മാഡം ഇപ്പം പറഞ്ഞ പോലെ ചിലത് റീച്ച് ആവും, ചിലത് റീച്ച് ആവത്തില്ല, ചിലത് കണക്റ്റഡ് ആവത്തില്ല. അപ്പോൾ ഈ കണക്റ്റഡ് ആവാതെ വരുമ്പോൾ ഓഡിയൻസിന് റിയാക്ഷൻ ഉണ്ടല്ലോ. പറഞ്ഞ പോലെ ചിലത് അക്സെപ്റ്റബിൾ ആകും, ചിലത് ഭയങ്കര ക്രിട്ടിക് ആയിരിക്കും. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്? ചിലർ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ എത്തിച്ചല്ലോ, ചില പല എക്സാം പാസ്സായതുകൊണ്ട് ഞാൻ എല്ലാ എക്സാം പാസ്സാവണം എന്നൊരു ഓട്ടോമാറ്റിക് പ്രഷർ ഉണ്ടാവുമല്ലോ. ആസ് ആൻ ആക്ട്രസ് എത്രത്തോളം ആ പ്രഷർ ഫേസ് ചെയ്യുന്നു? It's impossible to always get it right. അതൊരു unnecessary expectation and pressure to put on self-ആണ്. Couple of things, like നേരത്തെ somebody asked Prithvi about how he manifested and made sure all this dream. He enjoys his work, so hence he makes sure like he'll achieve that. Or even if the achievement is not there, our enjoyment is there. It's very similar like that for me. ഞാനൊരു സെറ്റിലുള്ള സമയത്ത് എൻ്റെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, എൻ്റെ ROI is the fact that I am having a great time on set. And my only promise is that നിങ്ങൾ പൈസ കൊടുത്ത് സിനിമ കാണാൻ പോവുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും സിൻസിയർ മോസ്റ്റ് effort you will see on screen. And I won't take that for granted.
പക്ഷേ for example, I have had people come and say that, oh, you were amazing in Rajyamma, and then some other people is like, hey, what did you do? And I'm okay with that because that is your experience of watching that film. It doesn't take away the fact that Vishnu sir and I had a great time making the film. So two things can be true at the same time, and as long as എൻ്റെ ആ ഒരു ഉദ്ദേശശുദ്ധി അവിടെ ഇൻടാക്ട് ആണെങ്കിൽ I am sure that I will continue to put my best foot forward. Thanks. രാജേട്ടാ നോബഡി എങ്ങനെയാണ് രാജു സാറിലേക്ക് എത്തിയത്? ഇങ്ങനെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തലയിൽ വന്നത് രാജ് സാറിൻ്റെ ഓപ്ഷൻ തന്നെയാണ്. ആദ്യം സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. രാജീവനായിട്ട് തന്നെയാണ് ചെയ്തത്. ഇപ്പോൾ അത് ഏത് സിനിമയാണെങ്കിലും ക്യാരക്ടറായിട്ട് പോർട്രേ ചെയ്യാനാണ് ആദ്യം അത് ഫുള്ളി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ട്രൈ. അത് കഴിഞ്ഞിട്ട് ഇതിലേക്കുള്ള ഓപ്ഷൻസ് ആലോചിക്കും നമ്മൾ. ഇയാൾ പുള്ളി ചെയ്താൽ ശരിയാവും, വേറെ ആൾ ചെയ്താൽ ശരിയാവും. പക്ഷേ ഇതിൽ നമുക്ക് ആദ്യം കിട്ടിയത് രാജേട്ടൻ്റെ ഇത് തന്നെയാണ്. തലയിലേക്ക് വന്നതും അത് തന്നെയാണ്. പോയി പറഞ്ഞു നോക്കി, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു, അവിടെ നിന്നോണായി. ഇത്രേ ഉള്ളൂ. രാജേട്ടാ ഹലോ. രാജേട്ടാ അപ്പം ഇപ്പം രാജേട്ടന് അടുത്ത ഡയറക്ടോറിയൽസ് ഒക്കെ വരുന്നുണ്ട്. സോ ലാലേട്ടനെ വെച്ച് ഓൾറെഡി ചെയ്തു. അപ്പോൾ അതുപോലെ മമ്മൂക്കയെ വെച്ചോ അതായത് ഓൾസോ താങ്കൾക്ക് ഇനിയും ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളൊരു നടൻ ഏതായിരിക്കും? ഏറ്റവും എനിക്ക് ഈ ഒരു നടനെ ഡയറക്റ്റ് ചെയ്യണം, അയാളെൻ്റെ പടത്തിൽ വേണമെന്ന് തോന്നുന്നൊരു നടൻ ഏതായിരിക്കും? ഒരുപാട് പേരുണ്ട് മലയാളത്തിൽ എത്ര ടാലന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ്. ഞാൻ ഇവരെ കാണുമ്പോഴൊക്കെ എനിക്ക് ഇവരെ വെച്ചൊരു സിനിമ ചെയ്താൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ആസ് എ ഡയറക്ടർ നമുക്ക് അത്രയും സിനിമകളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഐ എം ഷുവർ നിങ്ങൾ ഏതൊരു സംവിധായകനോട് ചോദിച്ചാലും അയാളെ വെച്ച് ആളെ വെച്ച് എനിക്ക് സിനിമയെ ചെയ്യണ്ട എന്ന് പറയുന്നവർ വളരെ ചുരുക്കമായിരിക്കും തോന്നുന്നു. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. എനിക്കിപ്പോൾ ഒരുപാട് ആക്ടേഴ്സിനെ എനിക്ക് ഇംപ്രസീവ് ആയിട്ട് തോന്നാറുണ്ട്. അറിയില്ല, അങ്ങനെ ഒരു ഞാൻ ലൂസിഫർ ഉൾപ്പെടെ ലാലേട്ടനെ വെച്ചൊരു സിനിമ ചെയ്യാം എന്ന ചിന്തയിൽ നിന്നുണ്ടായ സിനിമയല്ല അതും. അപ്പോൾ അടുത്ത എനിക്ക് സംവിധാനം ചെയ്യണമെന്ന് തോന്നുന്ന ഒരു കഥ വരുമ്പോൾ ആ കഥയിൽ കറക്റ്റ് ആണെന്ന് തോന്നുന്ന ഏത് ആക്ടറാണോ അങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്. രാജേട്ടാ അതിനോട് ആഡ് ഓൺ ചെയ്യാനാണ്. ഇപ്പോൾ ഒരുപാട് വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു സിനിമ റീമേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വർഗമായിരിക്കും. ആ ചോദ്യം എന്നോട് ആരോ ചോദിച്ചു. ഞാൻ അഭിനയിച്ച സിനിമകളിൽ ഹൈപ്പോത്തറ്റിക്കലി സ്പീക്കിംഗ് ഏതെങ്കിലും ഒരു സിനിമ ഒന്നുകൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയുടെ പേര് പറയുന്നു. അപ്പം ഞാൻ പറഞ്ഞ ഒരു സിനിമയുടെ പേര് വർഗമാണ്. അത് ശരിക്കും ഇപ്പോഴും ആഗ്രഹമുണ്ടോ? ഇപ്പോഴും ആഗ്രഹമുണ്ടോ? കാരണം ആ ക്യാരക്ടർ ഭയങ്കര ഒരു കിഡിലൻ ക്യാരക്ടറൈസേഷൻ ഒക്കെ ഉള്ളതാണല്ലോ. എനിക്ക് ആക്ച്വലി റീമേക്ക് ചെയ്യണമെന്ന് ആഗ്രഹമേ ഇല്ല ഒരു സിനിമയും. അന്ന് ആ ചോദ്യം അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിന് ഉത്തരം പറഞ്ഞത്. പിന്നെ ഓഫ്കോഴ്സ് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇന്നത്തെ ചുറ്റുപാടുകളിൽ ഇന്നത്തെ ഒരു സിനിമയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇന്നിപ്പോൾ എൻ്റെ സിനിമയ്ക്ക് പറ്റുന്ന ബഡ്ജറ്റിലും കാര്യങ്ങളിലുമൊക്കെ അന്നത്തെ കാലത്ത് എൻ്റെ കരിയറിൻ്റെ ആ സ്റ്റേജിൽ അതൊരു വലിയ സിനിമയാണ്. പക്ഷെ എന്നിരുന്നാലും അന്ന് ഒരുപാട് ലിമിറ്റേഷൻസുള്ളിൽ നിന്നുകൊണ്ട് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ ആ സിനിമ, ആ വിഷയം, ആ കഥാപാത്രം അത്തരം ലിമിറ്റേഷൻസ് ഒന്നും ഇല്ലാത്ത ഇന്നത്തെ മലയാള സിനിമാ ലോകത്ത് ഒന്നുകൂടെ ഇന്ന് ചെയ്തിരുന്നെങ്കിൽ ഇനി കുറെ കൂടെ ബെറ്റർ ആയിട്ട് ആ സിനിമ ചെയ്യാമായിരുന്നു എന്ന് തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. അത് എല്ലാ പഴയ സിനിമകൾക്കും ആ ഒരു ഇതുണ്ടല്ലോ. പക്ഷെ അതുകൊണ്ടത് എനിക്കങ്ങനെ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു തന്നേ ഉള്ളൂ. സോളമൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്. എനിക്ക് ആസ് എൻ ആക്ടർ ഒരുപാട് പുതിയ കാര്യങ്ങൾ എനിക്ക് തന്നെ അവെയർ ആയ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അന്ന് എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ വർഗം എന്ന് ഉത്തരം പറഞ്ഞു മാത്രം. ഈ ശരിക്കും ഈ ക്യാരക്ടേഴ്സ് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആവുന്നത് ഈ ഡയറക്ടേഴ്സിന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പം റൊഷാക്കിന്റെ ട്രെയിലർ കാണുമ്പോൾ പോലും ഈ ലൂക്കിനെ പറ്റിയിട്ട് നമുക്കൊരു പിടിയും കിട്ടുന്നില്ല. സിനിമ കണ്ട് ത്രൂ ഔട്ട് കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് അയാളെ മനസ്സിലാവുന്ന അയാളുടെ ഇന്റൻഷൻ എന്താണെന്ന് പോലും. ഈ നോബഡിയിലും അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഡിസൈൻ ആണോ? നമുക്ക് ഒട്ടും പിടി തരാത്ത ഒരാളായിരിക്കും ടുവേർഡ്സ് എൻഡ് വരെ? ഒരിക്കലും അല്ല. അത് രാജു ഓൾറെഡി അതിനുള്ള ഉത്തരം പറഞ്ഞു. എന്താ പറയാ, നിങ്ങൾക്ക് അറിയാവുന്ന ഒരാൾ തന്നെയാണ്, പക്ഷെ അധികം ശ്രദ്ധിക്കാത്ത ആളായിരിക്കും. ഈ ആൾക്കൂട്ടത്തിലൊക്കെ ഉണ്ടാവുന്ന ഒരാളാണ് രാജീവൻ. പുള്ളിക്ക് അങ്ങനെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഇതൊന്നുമില്ല. പുള്ളി ഒരു അൺപ്രഡിക്റ്റബിൾ സിറ്റുവേഷനിൽ എത്തിപ്പോയതാണ് ഈ സിനിമയിൽ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. ആ സിറ്റുവേഷനിൽ എത്തിപ്പോയിട്ട് പിന്നെ അയാൾ ആ സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ ഊരിപ്പോരുന്നു എന്നുള്ളതാണ് പുള്ളിക്ക് ഇഷ്ടം. വളരെ സാധാരണക്കാരനായിട്ട് അധികം ആരുടെയും നോട്ടം കിട്ടാതെ ജീവിക്കാൻ തന്നെയാണ്. അതിലേക്ക് തിരിച്ചെത്തിപ്പെടുന്നതാണ് ഈ സിനിമ. രാജേട്ടാ ഈ സമീപകാലത്ത് സ്ട്രൈറ്റ് ഈ സമീപകാലത്തായിട്ട് രാജേട്ടൻ്റെ കുറേ അധികം പഴയ കഥാപാത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കലണ്ടറിലായാലും ഹീറോയിലായാലും ഇപ്പോൾ സ്വപ്നക്കിളിക്കൂട്, പിന്നെ
പിന്നെ അതേപോലെ തന്നെ ചോക്ലേറ്റ്. ഇപ്പൊ ഈ ഇടത്തേക്ക് ഞാൻ കുറെ ആയിട്ട് കണ്ടത് ചോക്ലേറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ കാണാറുണ്ടോ? അത് കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ചിലതൊക്കെ കാണാറുണ്ട്, കാണുമ്പോൾ നല്ല രസം തോന്നാറുണ്ട്. നമ്മൾ പണ്ടെപ്പോഴോ ചെയ്തൊരു സിനിമ ഇപ്പം എനിക്ക് എല്ലാ ആക്ടേഴ്സിനും അങ്ങനെയാണെന്ന് അറിയില്ല. എനിക്കൊക്കെ ഇപ്പൊ ഞാൻ പണ്ട് ചെയ്തൊരു സിനിമയുടെ ഒരു ക്ലിപ്പൊക്കെ കാണുമ്പോൾ അതിന്റെ ഷൂട്ടിംഗ് സമയമൊക്കെയാണ് ഓർമ്മ വരിക. നമ്മൾ വന്ന് ഇങ്ങനെ ഷൂട്ടിങ്ങിന്റെ ഇന്ന സ്ഥലത്ത് ഇന്ന ആൾക്കാരുടെ കൂടെ ഷൂട്ട് ചെയ്തത്, അതിന്റെയൊക്കെ ഓർമ്മകളാണ് വരാറുള്ളത്. ഇറ്റ്സ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് മോർ ഓഫൻ ദാൻ നോട്ട് ഒരു പ്ലസന്റ് മെമ്മറിയാണ്. ഇപ്പൊ അടുത്തിടയ്ക്ക് കുറെ കുഞ്ഞു കുഞ്ഞ് സ്വപ്നക്കൂടിലെ കഥാപാത്രത്തിന്റെ കുറെ സീനുകൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ, അപ്പൊ ചിലതൊക്കെ എനിക്ക് വരാറുണ്ട്, ഞാൻ കാണാറുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് കാണുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത് പണ്ട് പോണ്ടിച്ചേരിയിൽ ചാക്കോച്ചനും ജയസൂര്യയും ഞാനും ജാസ്മിനും ഭാവനയും എല്ലാവരും ഒരുമിച്ച്, വിജീഷും ഒക്കെ ഒരുമിച്ച്, ഹനീഫക്ക കുറെ നാൾ സ്പെൻഡ് ചെയ്ത ആ ഓർമ്മകളൊക്കെയാണ് വരുന്നത്. അപ്പൊ അത് ഇറ്റ്സ് എ നൈസ് റെക്കോർഡ്, അതേ തോന്നാറുള്ളൂ. ഒരു ചോദ്യം. ഞാൻ ആക്ച്വലി ആ കാര്യത്തിൽ ഞാനൊരു സംവിധായകനായതിൽ പിന്നെ എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് നിവൃത്തിയുണ്ടായ പണി ചെയ്യാതിരിക്കാത്ത തിരിച്ചറിവ് എനിക്കുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ സംവിധാനം ചെയ്യുന്ന സിനിമകൾ ഒഴികെ ബാക്കി സിനിമകളിൽ എനിക്ക് ആ ഏരിയ തന്നെ താല്പര്യമില്ല. എന്നോട് സംവിധായകൻ എന്ത് ചെയ്യാൻ പറയുന്നു അത് ഞാൻ ചെയ്യും, എനിക്ക് അത്ര മതി. നിങ്ങൾ കണ്ടിട്ട് പറയൂ, സിനിമ കണ്ടിട്ട് പറയൂ. 9 തീയതി സിനിമ ഇറങ്ങുള്ളൂ, ഇയാൾ കൊള്ളാവില്ല നിങ്ങൾ പറയൂ. രാജേട്ടാ ഇവിടെ നേരത്തെ ഇവിടെ തന്നെ അല്ല, ഈ ചോദ്യം വളരെ നേരത്തെയാണ്. അല്ല, സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഭയങ്കര ഡിസ്കഷൻ ആയതുകൊണ്ട് ചോദിക്കാണ്. ഇപ്പൊ ഓണത്തിന് രാജേട്ടന്റെ ഖലീഫ് ഇറങ്ങുന്നുണ്ട്, ദുൽഖറിന്റെ 3 വർഷത്തിന് ശേഷം അയാം ഗെയിം ഇറങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ നീം ചേട്ടന്റെ ബത്ലഹേം കുടുംബ യൂണിറ്റ് ഇറങ്ങുന്നുണ്ട്. ഇത് ഈ ക്ലാഷ് റിലീസ് പറയുന്നത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നുണ്ട്. ഈ ക്ലാഷ് റിലീസിനെ രാജേട്ടൻ എങ്ങനെയാണ് നോക്കി കാണുന്നത്? സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഭയങ്കര ഡിസ്കഷൻ ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഞാനും ആഘോഷിക്കാം, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, ഞാനും ആഘോഷിക്കാം. എല്ലാ സിനിമകളും നന്നാവട്ടെ. നിങ്ങൾ എല്ലാ സിനിമകളും തിയേറ്ററിൽ പോയി കാണണം ഓണം സമയത്ത്. ഇത് 3 അല്ലാതെ വേറെ ഏതൊക്കെ സിനിമ ഇറങ്ങുന്നില്ലേ? ടോക്സിക് ഉണ്ട്. എല്ലാ സിനിമയും പറ്റിയേ കാണും കേട്ടോ. നല്ല ചിലവാന്നറിയാം, പക്ഷെ എന്നാലും എല്ലാ സിനിമയും പറ്റിയേ കാണും. ഇതിൽ ഏതെങ്കിലും ഒരു സിനിമ മാത്രമാണ് നിങ്ങൾ കാണാൻ തീരുമാനിക്കുന്നെങ്കിൽ നിങ്ങൾ ഖലീഫ കാണും. ഓക്കെ, റൈറ്ററും ഉണ്ട് ഇവിടെ. അപ്പൊ രണ്ടുപേരോടും കൂടെ ആയിട്ട് ഒരു ചോദിക്കാം. റോഷാക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് കഥകൾ കേൾക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു സിനിമയായിട്ട് ചെല്ലുമ്പം ഇവരെങ്ങനെ കൺവിൻസ് ചെയ്യിപ്പിക്കുക, ഇത് ചെയ്താൽ ബെറ്റർ ആയിരിക്കും അല്ലെങ്കിൽ ഇത് സെലക്ട് ചെയ്യണം എന്ന് എങ്ങനെയായിരിക്കും കൺവിൻസ് ചെയ്യിപ്പിക്കുക? അല്ല, നമ്മൾ സ്ക്രിപ്റ്റിൽ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇവരെ കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു പ്രശ്നമില്ല. നമ്മൾ അവിടെ പോയിട്ട് ഇവൻ നന്നായിട്ട് കഥ പറയും, എനിക്കതറിയില്ല, അപ്പോൾ ആ ജോലി ഇവനാണ്. നന്നായിട്ട് കഥ പറയും, ആ കഥയിൽ സ്റ്റഫ് ഉണ്ടെങ്കിൽ ദിൽ സേ യെസ്. അത് ഈ 3 പേരെടുത്തും, അത് ആസിഫിൻ്റെ അടുത്തായിക്കോട്ടെ, മമ്മൂക്കാൻ്റെ അടുത്തായിക്കോട്ടെ, പ്രതിയുടെ അടുത്തായിക്കോട്ടെ, നമ്മൾ ചെയ്തത് കഥ പറയാന്നുള്ള ജോലി മാത്രമാണ്. അതിനുശേഷം ഒരു കൺവിൻസിങ് എന്ന് പറഞ്ഞൊരു സ്റ്റേജിലില്ല. അപ്പോൾ അവർക്ക് കഥ കേട്ടു, അവർക്ക് ഇഷ്ടപ്പെട്ടു, ഓക്കെ നമ്മൾക്ക് ചെയ്യാമെന്ന് പറയുന്നു, തീർന്നു. പാർവതി ചേച്ചി, ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടിരുന്നു, ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. അങ്ങനെ ഒരു ഐഡിയ ഉണ്ടോ? അങ്ങനെ ചെയ്യാൻ പോകുന്നുണ്ടോ? അത് ശരിയാണോ? ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടോ? Yes, I am going to direct. കഴിഞ്ഞ 5 years I have been attempting to direct. I have newfound respect for directors who are trying to mount their project because for various reasons it hasn't come together. But everything is ready and I'm hoping early next year I'll be on the close shooting. Thank you. രാജേട്ടാ, ഇപ്പം ചക്രം സിനിമ നോക്കുകയാണെങ്കിൽ രാജേട്ടൻ 22ാമത്തെ വയസ്സ് ചെയ്ത സിനിമയാണത്. അത് അത്രയും ഡെപ്തുള്ളൊരു ക്യാരക്ടർ. ഇപ്പം എനിക്ക് സെയിം 22 വയസ്സാണ്. ഇപ്പം ഒരു സീരിയസ്ലി അപ്പം എനിക്കിപ്പോഴും അത്ഭുതമാണ് 22 വയസ്സുകാരൻ എങ്ങനെ അത്രയും വലിയൊരു ക്യാരക്ടർ. കാരണം അതിന് പല പ്രായങ്ങൾ അതിനകത്ത് പെർഫോം ചെയ്യേണ്ടതുണ്ട്. ഭയങ്കര ഒരു ക്യാരക്ടറാണത്. അതെങ്ങനെ അന്ന് ചെയ്തെടുത്തു? ഓൾസോ അതിന് ഏറ്റവും സ്ട്രഗിൾസ് എന്തായിരുന്നു അന്നുണ്ടായിരുന്നു? ഓൾസോ അതിനകത്ത് എന്തൊക്കെ ചെയ്യേണ്ടി വന്നു അന്ന്? അതിന്റെ പൂർണ്ണ ക്രെഡിറ്റ് ലോഹിതദാസ് എന്ന് പറയുന്ന ജീനിയസ് റൈറ്റർ ഡയറക്ടർക്കുള്ളത് തന്നെയാണ്. ആ പ്രായത്തിൽ ചന്ദ്രഹാസ് എന്ന് പറയുന്ന കഥാപാത്രത്തെ പൂർണ്ണമായിട്ട്
മനസ്സിലാക്കാനോ അതിനെ കോംപ്രിഹെൻഡ് ചെയ്യാനോ മാത്രമുള്ളൊരു മാനസിക വളർച്ച തന്നെ എനിക്ക് ഇല്ല. അപ്പോൾ ആ സംവിധായകൻ പറയുന്നത് കേട്ട് അദ്ദേഹം തരുന്ന ബ്രീഫ് പരമാവധി മനസ്സിലാക്കി അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ ചെയ്തതാണ് ഇന്ന് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സ്, അതായത് എൻ്റെ ഒരു ലൈഫ് സ്കിൽസിനൊക്കെ അപ്പുറമുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ചെറിയ പ്രായത്തിൽ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രോസസ് ഓഫ് റിഫൈൻമെന്റ് ആസ് ആൻ ആക്ടർ. അല്ല ഞാനൊരു ഇങ്ങനെ ആക്ടിങ് പഠിക്കുകയോ എൻ്റെ ഒരു തിയററ്റിക്കലായിട്ട് അങ്ങനെ ഒരു കാര്യങ്ങൾ പഠിക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ള ഒരാളല്ലല്ലോ. അപ്പം അത്തരം വലിയ വലിയ സംവിധായകർക്കൊപ്പം കഴിവുറ്റ തിരക്കഥാകൃത്തുകൾ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾക്ക് മുഖം നൽകാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെയാണ് എൻ്റെ പഠനം എന്ന് ഞാൻ കരുതുന്നു. ആ രീതിയിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ സാധിച്ചൊരു സിനിമ കൂടിയാണ് ചക്രം. ലോഹി സാറിൻ്റെ കൂടെ ഞാൻ അടുത്ത സിനിമ, ലോഹി സാർ സംവിധാനം ചെയ്ത അടുത്ത സിനിമയിൽ അഭിനയിക്കാനിരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മളെ വിട്ട് പോകുന്നത്. എനിക്ക് ഭയങ്കര നഷ്ടമായിട്ട് ഞാൻ എപ്പോഴും അതിനെ കാണുന്നു. അദ്ദേഹത്തിനോട് ഒരു സിനിമ കൂടി ചെയ്തിരുന്നെങ്കിൽ പിന്നെയും കുറെ കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചതെന്ന് ഞാൻ കരുതുന്നു. അൺഫോർച്ചുനേറ്റ്ലി നടന്നില്ല. റോബിൻഹുഡ് ഇറങ്ങിയിട്ട് 17 വർഷമായി. എല്ലാരും ഈ പഴയ സപ്തമശ്രീ തസ്കര ഇറങ്ങിയിട്ട് 12 വർഷമായി. ഇത് രണ്ടും മോഷണവുമായി ബന്ധപ്പെട്ടുള്ള പടങ്ങളായിരുന്നു. ഇത് അതുപോലെ സീറ്റ് ത്രില്ലിംഗായിട്ട് മോശമായിട്ട് പോണ ഒരു എലമെന്റ്സ് നല്ലൊരു സിനിമയായിരിക്കും. ഇപ്പൊ ഇതിൽ ഒരു ബാങ്ക് കവർച്ച ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിന്റെ ടീസർ ട്രെയിലറിൽ നിന്ന് ഓൾറെഡി മനസ്സിലായ കാര്യമാണല്ലോ. പക്ഷെ അതല്ല ഈ സിനിമയുടെ വിഷയം. ആ ബാങ്ക് മോഷണമല്ല ഈ സിനിമയുടെ വിഷയം എന്ന് പറയുന്നത്. അത് ഇതിന്റെ ഈ സിനിമയിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്കൊരു ഒരു കാറ്റലിസ്റ്റ് ആണ്. അതല്ലെങ്കിൽ അതിന്റെ ഒരു തുടക്കം എന്ന് പറയാൻ മാത്രം സാധിക്കുന്ന ഒരു പോയിന്റ് ആണ്. പിന്നെ ഓഫ് കോഴ്സ് അതിൽ നിന്ന് ഇങ്ങനെ സ്പ്രെഡായി പോകുന്ന കുറെ സീരീസ് ഓഫ് സർക്കംസ്റ്റാൻസസ് ആണ് ഈ രാജീവൻ എന്ന് പറയുന്ന ആളുടെ ലൈഫും മീരയുടെ ലൈഫിനെയൊക്കെ മാറ്റിമറിക്കുന്നത്. അപ്പൊ ഇതിനെ ഒരു മുഴുനീളായ ഒരു ഹൈസ്റ്റ് ഫിലിം എന്നൊക്കെ പറഞ്ഞപ്പോൾ മണി ഹൈസ്റ്റ് എന്ന് പറയുന്ന സീരീസ്, അത് ഇസ് എൻ ഔട്ട് ആൻഡ് ഔട്ട് ഹൈസ്റ്റ് ബേസ്ഡ്. ഇതങ്ങനല്ല. ഇതൊരു എഗെയിൻ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ജോണറുകൾ ഉള്ള ഒരു സിനിമയാണ്. അതിലൊന്ന് മാത്രമാണ് ഈ പറയുന്ന റോബറി അല്ലെങ്കിൽ ബാങ്ക് കവർച്ച എന്ന് പറയുന്നത്. ഒരിക്കലും ഓഡിയൻസിന് ഓരോ സെക്കൻഡും ഇപ്പോൾ അടുത്ത എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവരാരായത് എങ്ങനെ അവസാനം പ്രേക്ഷകനെ അടുത്ത എന്തെന്ന് തോന്നിപ്പിക്കുന്ന ലെവലിലുള്ള ചിത്രങ്ങളാണ്. അപ്പോൾ ഉണ്ടാക്കുന്ന ഗ്രാഫ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താങ്കളുടെ ചിത്രങ്ങൾ പ്രൊഡക്ഷൻ ചിത്രങ്ങളാണ്, താങ്കളുടെ ഡ്രീമുകളാണ്, ഇപ്പോൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഓരോ സിനിമയിലൂടെ ചെയ്യിക്കുന്നത്. അപ്പോൾ ഇനി ചെയ്യുന്ന പ്രോജക്റ്റുകളാണെങ്കിലും എന്തൊരു വിഷൻ ടൈപ്പ് ഓഫ് പ്രോജക്റ്റുകൾ ചെയ്യാനാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെ ഒരു പാറ്റേൺ ഒന്നുമില്ല. ഇപ്പൊ പറഞ്ഞതുപോലെ മലയാള സിനിമ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്കറിയാമല്ലോ, നമുക്കറിയുന്ന ഒരാളാണല്ലോ എന്ന് തോന്നിക്കുന്ന മലയാള സിനിമയിലെ ഏറ്റവും വലിയ വാണിജ്യ വിജയം എന്ന് പറയുന്നത് ലോക എന്ന് പറയുന്ന സിനിമയാണ്. അതിലെ കേന്ദ്ര കഥാപാത്രത്തിനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കുഴപ്പമാണ് ആക്ച്വലി. അപ്പോൾ അങ്ങനെ ഒരു ബ്രീഫൊന്നും ഇല്ല. സിനിമ എന്റർടൈനിങ് ആവുക, സിനിമ ആൾക്കാരുമായിട്ട് കണക്ട് ആവുക, ഇതൊക്കെ പറയുമ്പോൾ ഭയങ്കര ഈസിയാണ്. പക്ഷെ ഈസി ആയിട്ട് നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. അതിനെ അങ്ങനെ ഭയങ്കര ഓവർ അനലൈസ് ചെയ്തിട്ട് അങ്ങനെ ഒരു പുതിയ പ്ലാൻ ഉണ്ടാക്കാനൊന്നും ആർക്കും കഴിയുന്നില്ല. അപ്പൊ ഇനിയും ഞാൻ അഭിനയിക്കുകയും നിർമ്മിക്കുകയും സംവിധാനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സിനിമകൾക്ക് ഇത് തന്നെയുള്ള ബ്രീഫ്. ആ കഥ എനിക്ക് ഇഷ്ടപ്പെടണം, എനിക്ക് ആ കഥ പറയണമെന്ന് തോന്നുന്ന രീതിയിൽ ആ കഥ പറയണം. ആൻഡ് ദെൻ ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടട്ടെ എന്ന് നമ്മൾ പ്രത്യാശിക്കുന്നു. അല്ല അതിനപ്പുറത്തേക്ക് നമുക്കങ്ങനെ ഇപ്പോ ഇതാണ് പാറ്റേൺ, അപ്പൊ ഈ പാറ്റേണിൽ ഒരു സിനിമ എടുത്താൽ ഓടും, അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഈ പരിപാടി മാറി അതുകൊണ്ട് ഇങ്ങനെ ഒരു പുതിയ രീതിയിൽ ഒരു സിനിമ എടുത്താൽ അങ്ങനെ ഒരു കറക്റ്റ് ഒരു ഇക്വേഷൻ ഒന്നും ഇതിനില്ല എന്ന് ഞാൻ കരുതുന്നു. ഡയറക്ടറാണ്. ഇപ്പൊ കെട്ടിയോളാന്റെ മാല എടുത്ത് നോക്കി അവസാനത്തെ ആ ഒരു 10 മിനിറ്റ് നേരം പ്രേക്ഷകന് ഭയങ്കരമായിട്ട് കണക്ഷൻ ആകുന്ന ഒരു സീനാണ്. ശരിക്കും പറയാൻ എന്താ പറയാ, ഒരുപാട് പേര് പറയണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത്. ഇപ്പൊ പിന്നെ റോഷാക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം നശിപ്പിക്കാൻ ഇറങ്ങുന്ന ഒരു ടൈപ്പ് കഥാപാത്രം. ഇപ്പം രാജീവിന്റെ കുടുംബം നോക്കിയാൽ എല്ലാം നോർമലി പോയിട്ട് എങ്ങനെ ആവുന്നു എന്ന് അറിയത്തില്ല. ഇപ്പൊ എത്രത്തോളം താങ്കളുടെ കഥകളിലാണെങ്കിലും ചെയ്യുന്ന സ്ക്രിപ്റ്റുകളാണ് ഇപ്പൊ എത്രത്തോളം കെയർഫുൾ ആണ്, എങ്ങനത്തെ ടൈപ്പ് കഥാപാത്രം ചൂസ് ചെയ്യാൻ ഒരു രീതി ഉണ്ടല്ലോ? കറക്റ്റ് ആളുടെ അതിന് ഉത്തരം പറയാം. അതായത് ഇപ്പം നമ്മുടെ കെട്ടിയോളന്റെ മാലയൊക്കെ സിനിമ നോക്കിയാൽ അവസാനത്തെ 10 മിനിറ്റത്തെ സീൻ ഉണ്ടല്ലോ, അത് പ്രേക്ഷകൻ ഇപ്പൊ അങ്ങനത്തെ കഥാപാത്രങ്ങളുടെ ആളുകൾ നമുക്കുണ്ട്. ഇപ്പം റോഷാക്കിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടിട്ട്
എല്ലാം നശിപ്പിക്കാൻ ഇറങ്ങുന്ന ഒരു കഥാപാത്രം. ഇപ്പൊ രാജീവിന്റെ ഇതിലേക്ക് ട്രെയിലർ നോക്കുമ്പോൾ നോർമലി പോകുന്ന ഒരാളുടെ ലൈഫിൽ അസാധാരണമായ ഒരു സംഭവം നടക്കും, പിന്നെ അയാൾ ചെയ്യുന്ന സർവൈവിങ് ഇതായിരിക്കും തോന്നുന്നു. അപ്പൊ ഈ കഥാപാത്രങ്ങൾ ചൂസ് ചെയ്യുന്ന രീതികളുണ്ടല്ലോ, അങ്ങനത്തെ എന്റെ കഥാപാത്രം പോകുന്ന യാത്ര, അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്, അങ്ങനത്തെ ഒരു ചൂസിങ് ഉണ്ടല്ലോ, എത്രത്തോളം റിസർച്ച് ഉണ്ടത്? റോഷാക്കിൽ തീരെ റിസർച്ച് ഇല്ല. കാരണം റോഷാക്ക് അങ്ങനത്തെ ഒരു മൂവിയാണ്. റോഷാക്ക് ലൂക്ക് ആന്റണി എന്ന ഒരു ക്യാരക്ടറിന്റെ തലയിൽ മാത്രം നടക്കുന്നുണ്ട്. അയാളെ കാണുന്ന വേൾഡേ നമ്മളും കാണുന്നുള്ളൂ, അയാൾ കാണാത്തത് നമ്മൾ കാണുന്നില്ല. അപ്പോൾ അത് കുറച്ചുകൂടി ഈസിയാണ്. പ്ലസ് റോഷാക്കിൽ ഞങ്ങൾ ആക്ച്വലി വർക്ക് ചെയ്തത് ആ ക്യാരക്ടറിന്റെ ഹോപ്പാണ്. അതായത് ദിലീപ് എന്ന പുള്ളിയുടെ ലൈഫിലെ വില്ലൻ ഒരു ഗോസ്റ്റായിട്ട് ഇവിടെ തന്നെ ഉണ്ട് എന്ന ഹോപ്പ് പുള്ളിക്ക് ഇല്ലെങ്കിൽ പുള്ളി മേ ബി സൂയിസൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഹോപ്പ് ജീവിക്കാനുള്ളൊരു ഹോപ്പാണ് ആ പടം. ഈ സിനിമ ബേസിക്കലി ഇപ്പോൾ നമ്മളെല്ലാം പറയുന്ന പോലെ മേ ബി നമ്മൾ ഇന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ പാസ് ചെയ്തു പോയ ഒരാൾ, അയാൾ മേ ബി അയാളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഫൈറ്റ് കഴിഞ്ഞിട്ട് വരികയായിരിക്കും. നമുക്കറിയില്ല, പുള്ളി നമ്മളെ പാസ് ചെയ്തു പോയി, നമ്മൾ അയാളെ നോക്കുപോലുമില്ല. കാരണം നമ്മളതുപോലെ ഒരു ഫൈറ്റിന് പോകുമായിരിക്കും. അപ്പം അതുപോലെ നമ്മൾ ഡെയിലി കാണുന്ന, നമുക്ക് പേരറിയാത്ത, മുഖം അറിയാത്ത ഒരാൾ, അയാൾ മേ ബി നമുക്കൊരു നോബഡി ആയിരിക്കും, അല്ല അയാളുടെ ഫാമിലിയിൽ അയാൾ മേ ബി ഒരു സോംബഡി ആയിരിക്കും. അപ്പോൾ അതാണ് ഞങ്ങൾ ആക്ച്വലി വർക്ക് ചെയ്യാൻ ട്രൈ ചെയ്തിരിക്കുന്നത്. ഡയറക്ടറിനോട് ഇവിടെ സൈഡിൽ ഇവിടെ ഐ നോബഡി എന്ന പേരിന്റെ അർത്ഥം ഞാൻ ആരുമല്ല എന്നാണ്. ആ പേര് കഥാപാത്രത്തിന്റെ ഐഡന്റിറ്റി എന്ന ക്രൈസിസിനെയാണോ അല്ലെങ്കിൽ സസ്പെൻസിനെയാണോ സൂചിപ്പിക്കുന്നത്? രണ്ടും അല്ല. പുള്ളിയല്ല പുള്ളിയെ നോബഡി ആയിട്ട് വിശേഷിപ്പിക്കുന്നത്. പുള്ളിയുടെ ഒരു അവസ്ഥയെ നമ്മുടെ സിസ്റ്റം എങ്ങനെയാണ് അതിനെ കാണുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ എങ്ങനെയാണ് പുള്ളിയെ കാണുന്നത് എന്നുള്ളതാണ് ഐ നോബഡി എന്ന് പറയുന്ന ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഗവൺമെൻറ് ഫോമിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് ഒക്കെ കൊടുക്കാനായിട്ട് പോകുമ്പോൾ ആദ്യം ഐ കുത്ത് അവിടെയാണല്ലോ നമ്മൾ പേര് എഴുതുന്നത്. അപ്പോൾ അവിടെ അങ്ങനെയാണ് ഈ ഒരു ഐഡിയ, ടൈറ്റിലിംഗ് ഐഡിയ ഞങ്ങൾ ചെയ്തു വെച്ചത്. ഈ നോബഡി എന്ന് പറയുന്നത് ഒരു സിഗ്നേച്ചർ ടൈപ്പ് പോലെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. സോ ഞാനും നോബഡിയാണ്, താനും നോബഡിയാണ്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നോബഡീസ് ആണ് എന്നുള്ളതാണ് അണ്ടർ ദ പെർസ്പെക്റ്റീവ് ഓഫ് എ സിസ്റ്റം അല്ലെങ്കിൽ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. അതാണ് ഉദ്ദേശം. ഒരു കാര്യം ജോലി ചോദിച്ചോട്ടെ, പേഴ്സണലി ആണ്. എന്താണ് ഇപ്പൊ ഇത്രയും ആർട്ടിസ്റ്റുകൾ വെച്ച് കുറെ പടങ്ങൾ ചെയ്തു ഡയറക്ടറോട്, ഇനി മലയാളത്തിൽ ഏതെങ്കിലും താരങ്ങൾ വെച്ച് പടം ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ഇനി ആരെങ്കിലും ഏതെങ്കിലും താരങ്ങൾ വെച്ച് പടം ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ഇനി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആര് വെച്ച് ചെയ്യാനാണ് ആഗ്രഹം? 3 പടമല്ലേടാ ചെയ്തിട്ടുള്ളൂ. ഇനി കുറച്ചാലും കൂടി ചെയ്തിട്ട് എല്ലാവരായിട്ടും ചെയ്യാൻ ഇതുണ്ട്. ഇപ്പോൾ അങ്ങനെയാണ് ഞാൻ ശ്രമിക്കുന്നതും. ഇപ്പം അടുത്ത പടം വേറൊരു സ്റ്റാറുമായിട്ട് ചെയ്യണം, വേറെ ടെക്നിക്കൽ ടീമുമായിട്ട് ചെയ്യണം. അങ്ങനെ എല്ലാം ഇപ്പം ജോണർ ഷിഫ്റ്റിംഗ് നടത്തുന്നത് പോലെ തന്നെ എല്ലാം ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ ബെസ്റ്റ് ഇട്ട് ഒരു ബെസ്റ്റ് റിസൾട്ട് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിലൂടെ ലേൺ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇനിയും കുറേ ചെയ്യും, സത്യമായിട്ടും ചെയ്യും. ചോദിച്ചതിന് ആൾക്കാർ ചോദിക്കാതെ വേറെ ആരെങ്കിലും ചോദിക്കട്ടെ? ഇൻട്രോവേർട്സ് എന്ന് പറയുന്നത് ഒരു ബഹുജന ജനറിക് ഗ്രൂപ്പൊന്നുമല്ല. അപ്പം അതിൽ തന്നെ ഉണ്ടാവുമല്ലോ വലിയ വ്യത്യാസം ആൾക്കാർ തമ്മിൽ. ഞാൻ ഇപ്പോൾ എൻ്റെ ജോലിയുടെ ഭാഗമായതുകൊണ്ട് മാത്രം ഇത്തരം ഒരു ക്രൗഡിനിടയിൽ വന്നിരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ വരില്ല. എനിക്കൊരു വലിയ ജനക്കൂട്ടത്തിനിടയിൽ പോയി ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ. ഐ എം മോർ കംഫർട്ടബിൾ ഐദർ അലോൺ ഓർ എൻ്റെ ഒരു വളരെ ഇൻറ്റിമേറ്റ് സർക്കിളിൽ മാത്രം കംഫർട്ടബിൾ ആകുന്ന ഒരാളാണ് ഞാൻ. മേ ബി അങ്ങനെ നോക്കുകയാണെങ്കിൽ രാജീവനും അത്തരത്തിലൊരാളായിരിക്കാം. പക്ഷെ അതുകൊണ്ട് ഇവർ സിമിലർ കൈൻഡ് ഓഫ് പീപ്പിൾ ആകുന്നില്ല. രാജീവൻ എന്നെ പോലെയേ അല്ല. രാജീവൻ എന്നിൽ നിന്നും ഒരുപാട് ദൂരത്ത് നിൽക്കുന്ന ഒരാളാണ്. ഇതിൻ്റെ ഈ സിനിമയുടെ ഒരു ഇൻട്രസ്റ്റിംഗ് പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഞാൻ തൊട്ട് മുമ്പ് ഒരു ഇന്റർവ്യൂവിന് പറഞ്ഞതാണ്. കാരണം ഈ നമുക്കറിയാത്ത ആൾക്കാർ, നമുക്ക് ആരാണ് എന്താണ് എന്നറിയാത്ത ഒരാൾക്കാർ, ഫോർ എക്സാമ്പിൾ നമുക്ക് ചില ആളുകൾ ഉണ്ടാവുമല്ലോ, നമ്മുടെ തൊട്ടടുത്ത് വീട്ടിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ അയൽക്കാരാണ്, പക്ഷെ നമുക്ക് അവരെ അറിയില്ല. നമ്മൾ ആദ്യമായിട്ട് ഒരു പക്ഷെ അവരെ കുറിച്ച് കേൾക്കുന്നത്, അറിഞ്ഞോ ഇന്നലെ അവരുടെ വീട്ടിൽ രാത്രി
ഒരു കള്ളം കയറി. അപ്പോൾ അവിടുത്തെ മറ്റേ പ്രവീൺ എന്ന് പറയുന്ന ആൾ സോക്കോൾ ലെറ്റ്സ് എക്സ് ഓർ വൈ ആ കള്ളനെ തലക്കടിച്ച് കൊന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കെന്താണ് പിന്നെ അയാളെ കുറിച്ചുള്ള നമ്മുടെ ഫസ്റ്റ് ഐഡന്റിറ്റി? വീട്ടിൽ കക്കാൻ കയറിയ കള്ളനെ തലക്കടിച്ച് കൊന്ന യുവാവ്. അതാണ് അയാളെ കുറിച്ചുള്ള നമുക്ക് അറിയുന്ന ഫസ്റ്റ് ഐഡന്റിറ്റി. അയാൾ ചിലപ്പോൾ ഒരു സാധാരണ മനുഷ്യനായിരിക്കാം. അയാൾ അതിനൊന്നും അന്ന് രാത്രിയിൽ സംഭവിച്ച മറ്റെന്തോ കാരണങ്ങളാൽ സംഭവിച്ചൊരു ഇതായിരിക്കാം. പക്ഷെ നമുക്കും അയാൾക്ക് ചുറ്റുമുള്ള സമൂഹത്തിനും അയാളെക്കുറിച്ച് ഇപ്പോൾ ഉള്ള ഐഡന്റിറ്റി കള്ളനെ തലക്കടിച്ച് കൊന്ന ആൾ എന്നുള്ളതാണ്. അപ്പോൾ അത് സർക്കംസ്റ്റാൻസ് അയാൾക്ക് കൊടുക്കുന്ന ഒരു ഐഡന്റിറ്റിയാണ്. അതുപോലൊരു സീരീസ് ഓഫ് സർക്കംസ്റ്റാൻസസിലൂടെ താൻ ആഗ്രഹിക്കാത്ത, താനായി കൺസ്ട്രക്ട് ചെയ്യാത്ത ഒരു ഐഡന്റിറ്റി ഉണ്ടായി പോകുന്ന ഒരാളാണ് ഈ സിനിമയുടെ നെറേറ്റീവിനുള്ളിൽ രാജീവൻ എന്ന് പറയുന്ന ഈ നോബഡി. അതാണ് ഇതിലെ കഥാപാത്രം. അല്ലാതെ ഒരു ഇൻട്രോവേർട്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒറ്റത്തിൽ ഇടാൻ പറ്റുന്ന ഒരാളല്ല. രാജോട്ടാ ഹലോ രാജോട്ടാ, വാരണാസിയെ പറ്റി 22 ചോദ്യം ചോദിച്ചു. വാരണാസിയെ പറ്റി എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് തരാമോ? ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. കുംഭയെ പറ്റി എന്താണ് ഞങ്ങൾക്ക് എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കാനുള്ളത്? എനിക്ക് അറിഞ്ഞൂടാ. സിനിമ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇനിയുണ്ട്, കുറച്ചുകൂടെ ഷൂട്ടിംഗ് ഉണ്ട് എനിക്ക്. ഞാൻ ഇപ്പോൾ ഇത് അടുത്ത ജോയിൻ ചെയ്യാൻ പോകുന്നത് അതിന്റെ ഷൂട്ടിങ്ങിനാണ്. നന്നായിരിക്കും. നിങ്ങൾ ആ സിനിമയ്ക്കും നമ്മളിത് ചെയ്യില്ലേ? നിങ്ങൾ ഇതുപോലെ വരില്ലേ? നമ്മൾ എന്തായാലും ഒരു പ്രസ് മീറ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഇപ്പൊ എല്ലാം പറഞ്ഞാൽ അപ്പൊ എന്ത് പറയും? ഇതിന് പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നു. എന്നാ ഹാരിസ് ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നത്? ഹാരിസ് പറയും ഇവിടില്ല, സോറി, പ്രീ പ്രൊഡക്ഷൻ നടക്കുകയാണ്. ഇപ്പൊ ഒരു രാഹുലും ടീമും പ്രീ പ്രൊഡക്ഷനിലാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു എവരിബഡി. താങ്ക്സ് ഫോർ കമ്മിങ്. താങ്ക് യു.